കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും കൂട്ടിച്ചേർക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ കഴിഞ്ഞ ചില മാസങ്ങളായി നമ്മൾ ഒരേ വിഷയമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് നാം രക്ഷ പ്രാപിക്കുന്നതും ന്യായപ്രമാണത്തെ പൂർണ്ണമായും അനുസരിച്ച ക്രിസ്തുവിലൂടെ ന്യായപ്രമാണത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്ന നിത്യജീവൻ ക്രിസ്തുവിലൂടെ നമുക്കും വിശ്വാസത്താൽ അവകാശമാക്കാൻ കഴിയും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട്, ഗ്ലോറി ടു ഗോഡ്, ആ ഒരു ദർശനം, ആ ഒരു വെളിപ്പാട്, ഗ്ലോറി ടു ഗോഡ്, വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരമായി ഓർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിലേക്കുള്ള വിശ്വാസം പരിശുദ്ധാത്മാവ് നമ്മെ പടിപ്പടിയായിട്ട് എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. തന്നിമിത്തം നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. ക്രിസ്തുവേശുവിലൂടെ നമുക്ക് ഒരുക്കിയ നിത്യ രക്ഷാപദ്ധതിക്കകത്ത് നമ്മളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പ്. ഗ്ലോറി ടു ഗോഡ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ നമ്മെ വഴിയിൽ ഉപേക്ഷിക്കുകയില്ല. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം തൻ്റെ നാളിൽ അത് തികയ്ക്കും. നമ്മിൽ ദൈവം ചെയ്തിരിക്കുന്ന നല്ല പ്രവൃത്തി, ആ രക്ഷയുടെ പ്രവൃത്തി, നീതീകരണത്തിൻ്റെ പ്രവൃത്തി, ശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തി, അതെന്തിനു വേണ്ടിയിട്ടാണ്? നിത്യമായ തേജസ്കരണത്തിലേക്ക് നമ്മെ എത്തിച്ചേർക്കേണ്ടുന്നതിനാണ് ക്രിസ്തുവേശുവിലൂടെ നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. ഈ നല്ല പ്രവൃത്തി തികയ്ക്കുന്നത് മധ്യാകാശത്തിലാണ്. ഗ്ലോറി ടു ഗോഡ്. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം തൻ്റെ നാളിൽ, തൻ്റെ നാൾ എപ്പോഴാണ്? നമുക്ക് വേണ്ടിയിട്ടുള്ള തൻ്റെ നാൾ രഹസ്യ വരവിൽ മധ്യാകാശത്തിൽ ആ ദൈവസഭ എടുക്കപ്പെടുന്നത്, ആ പൂർത്തീകരണത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർത്ത് കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം അത് ധാരാളമായിട്ട് നമുക്ക് പകർന്നു നൽകട്ടെ. നമ്മുടെ മുൻപിൽ വിശ്വാസത്തിന്റെ നായകൻ നമുക്ക് മുൻപിലുണ്ട്. ഗ്ലോറി ടു ഗോഡ്. പൂർത്തി വരുത്തുന്നത് കർത്താവാണ്. ഗ്ലോറി ടു ഗോഡ്. മധ്യാകാശത്തിൽ ആ പൂർത്തീകരണം സംഭവിക്കും. ഗ്ലോറി ടു ഗോഡ്. ദൈവവും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളും ഒരുമിച്ച് സന്ധിക്കുന്ന ഒരു സമയം അനധിവിദൂര ഭാവിയിൽ സംഭവിക്കുമെന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിലേക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ഒരുക്കട്ടെ, ശുദ്ധീകരിക്കട്ടെ. കർത്താവിൻ്റെ സഭ എടുക്കപ്പെടുമ്പോൾ ആ ഉൾപ്രാവണത്തിൽ നമ്മളും അതിൻ്റെ അവകാശികളായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങൾ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടുന്നതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ആ വാക്യം പ്രാരംഭം മുതൽ ഒന്നുകൂടെ ചിന്തിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ആ വാക്ക് ശ്രദ്ധിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ദൈവം എല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നിത്യരക്ഷാ പദ്ധതി എന്ത് ചെയ്തത്? ഒരുക്കിയത്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എല്ലാവർക്കുമുള്ള പാപക്ഷമ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ വായിച്ച വാക്യം ശ്രദ്ധിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർ എന്നല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർ. ഇതൊരു ചോദ്യമാണ്. എന്നെ ദൈവം സ്നേഹിച്ചു എന്ന് പൂർണ്ണമായി ഉറപ്പ് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ കഴിയും. പക്ഷേ
ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവോ? നമ്മൾ ഓരോരുത്തരും ദൈവത്തെ സ്നേഹിക്കുന്നുവോ? ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന വചനം വ്യക്തമാണ്, പദം വ്യക്തമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ. എത്രത്തോളം നമുക്ക് അതിൽ വിശ്വസ്തത പുലർത്താൻ കഴിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നിർണയം വച്ചിട്ടുണ്ട്. ദൈവം വച്ചിരിക്കുന്ന നിർണയം എന്താണ്? തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്നുള്ളത്. അത് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോഴും തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ എന്ത് ചെയ്യണം? അനുരൂപപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ അത് നന്മയായിട്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, തോന്നത്തില്ല. തിന്മയായിട്ടുള്ളതാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് എന്ത് ചെയ്യും? തോന്നും. ചില ചെത്തലുകൾ ദൈവം എന്ത് ചെയ്യുമ്പോൾ അത് നമുക്ക് അതിൻ്റെ ഭാഷ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. ചില പൊട്ടീരുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ പൊട്ടീരിൻ്റെ ഭാഷ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. അപ്പോൾ സകലതും നന്മ എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ചിന്തിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ നന്മ മാത്രം ദൈവം എന്ത് ചെയ്യും എന്നാണ് ധരിക്കുന്നത്. പക്ഷേ ദൈവം ഈ ലോകത്തിലുള്ള നന്മകളെല്ലാം കൊണ്ട് നമ്മളെ നിറച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, അനുരൂപമാകത്തില്ല. അപ്പോൾ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി എടുക്കാൻ ആർക്കറിയാം? പിതാവാ ദൈവത്തിനറിയാം. അപ്പോൾ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഹല്ലേലൂയ, വീഴ്ചകളാകട്ടെ, താഴ്ചകളാകട്ടെ, ചെത്തലുകളാകട്ടെ, പൊട്ടീരുകളാകട്ടെ എന്നിത്യാദി നമ്മെ തൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി തീർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളും നന്മയായി കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. നിർഭാഗ്യവശാൽ ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മയും ചെയ്യുമെന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ വചനം വെച്ച് പലരും ചിന്തിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട നിർണയം, ദൈവത്തെ വിളിക്കുന്ന എൻ്റെ നിർണയമല്ല, എന്നെ വിളിച്ച ദൈവത്തിൻ്റെ നിർണയമാണ് പ്രസക്തി. ഓരോരുത്തരും ദൈവസന്നിധിയിൽ ദൈവത്തെ വിളിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തുണ്ട്? ആ വിളിക്കുന്ന കാര്യത്തിൽ ഒരു നിർണയം വെച്ചിട്ടാണ് അവർ ദൈവത്തെ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഇവിടെ പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലെ നിർണയമല്ല, ദൈവത്തിന്റെ ഹൃദയത്തിലെ നിർണയമാണ്. ദൈവത്തിന്റെ ഹൃദയത്തിലെ നിർണയം എന്താണ്? തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ എന്ത് ചെയ്യണം? അനുരൂപമായി തീരുക എന്നുള്ളത്. ഹല്ലേലൂയ. ആ വിളിയിലേക്ക് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ആ പ്രവൃത്തി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നമ്മിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു പൂർത്തീകരണം കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുമ്പോൾ അന്ന് ആ പൂർത്തീകരണ പദ്ധതി, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ദൈവത്തോട് ചേർക്കപ്പെടുന്ന പൂർത്തീകരണ പദ്ധതി അന്ന്, ഹല്ലേലൂയ, ആ മഹത്വം അന്ന് വെളിപ്പെടും. ഗ്ലോറി ടു ഗോഡ്. അതിലാണ് നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നത്? കാത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? നന്മയാണ്. ഗ്ലോറി ടു ഗോഡ്. ലോകപരമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുമോ? ഹല്ലേലൂയ. അപ്പോൾ തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മുടെ ജീവിതത്തിലെ ദൈവം അനുവദിക്കുന്ന എല്ലാ വിഷയങ്ങളും അത് പോസിറ്റീവായിട്ട് കാണാൻ എന്ത് ചെയ്യണം? കഴിയണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. അങ്ങനെ നമ്മിൽ കൂടി വ്യാപരിപ്പിക്കുന്നു. ഓരോ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവികമായ ആ ശുദ്ധീകരണ പ്രക്രിയ നമ്മിൽ എന്ത് ചെയ്യാണ്? നടക്കുകയാണ്. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ ദൈവം അനുവദിക്കുന്നതിലൂടെ അല്ലാതെ ചില ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട്, ആ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നില്ല, വിശുദ്ധീകരണം പ്രാപിക്കുന്നില്ല. ജീവിതത്തിലെ പ്രായോഗിക തലങ്ങളിൽ
ചില തിക്തമായ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തുമ്പോൾ, അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ ശുദ്ധീകരണം എന്ത് ചെയ്യും? പ്രാപിക്കും. അത് നമുക്ക് നന്മ എന്ന് പറയാൻ എന്ത് ചെയ്യണം? കഴിയണം. ഗ്ലോറി. തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെത്തലുകൾ, തിരുത്തലുകൾ, ഹല്ലേലൂയ, പൊട്ടീരുകൾ, ഇതൊക്കെ നന്മയെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് അനുഗ്രഹം. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്ന ചില പ്രക്രിയയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? അനുവദിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും, സകലതും എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച സകലതും അത് നന്മയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ദൈവം മുന്നറിഞ്ഞവരാണോ നമ്മൾ ഓരോരുത്തരും? എങ്കിൽ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാനാണ് ദൈവം നമ്മെ എന്തിരിക്കുന്നത്? മുന്നറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. ഗ്ലോറി ടു ഗോഡ്. കർത്താവിനെ കുറിച്ചൊരു ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രൻ. ഗ്ലോറി ടു ഗോഡ്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ തൻ്റെ ഏകജാതനായ പുത്രൻ എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് ആദ്യജാതൻ എന്നാണ്. ഗ്ലോറി ടു ഗോഡ്. ഏകജാതനായവൻ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ആദ്യജാതൻ അനന്തരം പിന്നെ സഹോദരങ്ങളുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഏകജാതനായവൻ ഇവിടെ ആദ്യജാതനാവുകയാണ്. ആദ്യജാതൻ അനന്തരമുള്ള മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഗ്ലോറി ടു ഗോഡ്. തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ക്രിസ്തുവിന് കൂട്ടു സഹോദരങ്ങളാണ്. ആ കൂട്ടു സഹോദരങ്ങളിൽ ജ്യേഷ്ഠ സഹോദരൻ ആരാണ്? ക്രിസ്തു. അവൻ ഏകജാതനായിരുന്നവൻ ആദ്യജാതനായി. ആ ആദ്യജാതൻ അനന്തരം ഉള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം ഈ ചെയ്യുന്ന നന്മ എന്താണെന്നുള്ള കാര്യം അവർക്ക് ബോധ്യമുണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്ന വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അതിലൂടെ, അനുസരണത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കുവാൻ ദൈവം അവർക്ക് ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. എന്നാൽ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് നിത്യജീവനിൽ കടക്കാൻ എന്ത് ചെയ്യുന്നില്ല? സാധിക്കാതെ പോയി. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ അങ്ങനെ സാധിക്കാതെ പോയ അനുഭവത്തിൽ യേശുക്രിസ്തുവിലൂടെ വിശ്വാസ നീതീകരണം എന്ന മറ്റൊരു കാര്യം എന്ത് ചെയ്യുന്നു? ദൈവം ഒരുക്കി കൊടുക്കുന്നു. പ്രവൃത്തിയാലുള്ള നീതീകരണമാണ് ന്യായപ്രമാണത്തിലൂടെ എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തുവിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? വിശ്വാസ നീതീകരണം. കാരണം ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധി മുഴുവനും ആര് വഹിച്ചു? ക്രിസ്തു വഹിച്ചു. ആ ശിക്ഷാവിധി എൻ്റെ കൂടി ശിക്ഷാവിധിയാണ്. എൻ്റെ രണ്ടാം മരണത്തിൽ നിന്ന്, നിത്യമായ നരകത്തിൽ നിന്ന് എന്നെ വിടുവിക്കേണ്ടുന്നതിനുവേണ്ടി ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സകല ശിക്ഷാവിധികളെയും യേശുവിൻ്റെ മേൽ എന്ത് ചെയ്തു? ചുമത്തപ്പെട്ടു. ആ ചുമത്തപ്പെട്ട കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ആ വിശ്വാസത്താൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന എന്താണ്? നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ രക്ഷ പ്രാപിച്ച ഇതിനനന്തരം നമുക്ക് എങ്ങോട്ട് പ്രവേശിക്കാനുണ്ട്? നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുണ്ട്. നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവം കൊടുത്ത പ്രമാണം, ന്യായപ്രമാണം അനുസരിക്കുന്നതിലൂടെ അല്ലാതെ നിത്യജീവനിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. ന്യായപ്രമാണം ദൈവം മനുഷ്യന് കൊടുത്തിട്ട് ദൈവം മനുഷ്യന്റെ മുമ്പിൽ വെച്ച രണ്ട് കാര്യങ്ങളാണ്: ജീവനും മരണവും. എന്ത് ജീവൻ, എന്ത് മരണം? നിത്യജീവനും നിത്യമരണവും എന്നുള്ളത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ പ്രമാണത്തെ അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. നിർഭാഗ്യവശാൽ മനുഷ്യന്, ഒരു ജഡത്തിനും അതനുസരിപ്പാൻ തക്കവണ്ണം എന്ത് ചെയ്തില്ല?
കഴിഞ്ഞില്ല. എന്നാൽ ക്രിസ്തു ആ ദൗത്യം എന്ത് ചെയ്തു? പൂർണ്ണമാക്കി. ന്യായപ്രമാണത്തെ പൂർണ്ണമായും അനുസരിച്ചവനായി മനുഷ്യരുടെ ഇടയിൽ കർത്താവ് ജീവിച്ച് കാണിച്ചു തന്നു. ഹല്ലേലൂയ. അത് തൻ്റെ ഏകജാതനായവന്റെ തേജസ്സായി ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു? കർത്താവിനെ കാണുകയാണ്. കർത്താവിനെ കാണുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവിനെ അല്ല അവർ കാണുന്നത്, അടയാളങ്ങൾ ചെയ്ത കർത്താവിനെ അല്ല അവർ കാണുന്നത്. അവർ കാണുന്നത് എന്താണ്? ന്യായപ്രമാണത്തെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ തേജസ് ക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് ശിഷ്യന്മാർ കാണുന്നത്. ഏകജാതനായവന്റെ തേജസ്, പിതാവിൽ നിന്ന് വെളിപ്പെട്ട തേജസ് ഞങ്ങൾ ക്രിസ്തുവിൽ കണ്ടു. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ നിത്യജീവൻ ആരിൽ കാണുന്നു? ക്രിസ്തുവിൽ. ശിക്ഷാവിധിയും നിത്യജീവനും ക്രിസ്തുവിൽ എന്ത് ചെയ്യുന്നു? കാണുന്നു. കാണുന്ന കാര്യത്തെ വിശ്വാസത്താലുള്ള നീതീകരണം അവകാശമാക്കുവാനാണ് പുതിയ നിയമസഭയ്ക്ക് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? പുറംജാതികളായിട്ടുള്ളവരായിരുന്നാലും ഇസ്രായേൽ മക്കളായിരുന്നാലും യേശുക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ട് ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും വിശ്വസിച്ചുകൊണ്ട് നീതീകരണത്തിന് അനന്തരം ലഭിക്കുന്ന നിത്യജീവനും അവകാശമാക്കുവാൻ കഴിയും. അപ്പോൾ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതെന്നാണ്? നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞത് എന്താണ്? ന്യായപ്രമാണത്തെ അനുസരിപ്പാൻ ബലഹീനമായ ശരീരത്തിന് കഴിയാതെ പോയി. എന്നാൽ വചനത്തിലൂടെ പറഞ്ഞു, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. നമ്മുടെ പാപത്തിന് കർത്താവിന്റെ മേൽ ശിക്ഷ എന്ത് ചെയ്തു? വിധിക്കപ്പെട്ടു. ഹല്ലേലൂയ. പാപജഡത്തിന്റെ സാദൃശ്യത്തിലാണ് എന്ത് ചെയ്തത്? കർത്താവിനെ അയച്ചത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവനിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം വരുമ്പോൾ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഗ്ലോറി ടു ഗോഡ്. 15-ാമത്തെ വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന വേറെ ഒരു കാര്യവുമല്ല അവിടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. 15-ാമത്തെ വാക്യം വ്യക്തമാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും, ഇസ്രായേൽ ജനമായിക്കൊള്ളട്ടെ പുറം ജാതികളായിക്കൊള്ളട്ടെ, തെരഞ്ഞെടുക്കപ്പെട്ട ജനമാരാണ്? ഇസ്രായേൽ മക്കൾ. ഹല്ലേലൂയ. പുറം ജാതികൾ ന്യായപ്രമാണം എന്ത് ചെയ്തിരുന്നില്ല? ലഭിച്ചിട്ടില്ല. നിത്യജീവന്റെ മൊഴികൾ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല? ലഭിച്ചിട്ടില്ല. ദൈവത്തിന്റെ പ്രമാണം ലഭിക്കാത്തവർ നിത്യജീവനിൽ എങ്ങനെ കിടക്കും? പുറം ജാതികൾ നിത്യജീവൻ എന്നുള്ള വാഗ്ദത്തിന് പുറത്ത് കിടക്കുന്നവരാണ്. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ടാണ് പുറം ജാതികൾ എന്ന് പറയുന്നത്. എന്നാൽ ഇസ്രായേലിയരെയും പുറം ജാതികളെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിനാണ് 14-ാമത്തെ വാക്യത്തിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്നിവിടെ പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ അറിയണമെങ്കിൽ സംഖ്യയുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ വരണം. 21-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു: പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. ഹല്ലേലൂയ. കനാനിലേക്ക് യാത്ര ചെയ്യേണ്ടുന്നതിന് വിളിക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ, അവരെ നയിക്കുന്ന മോശ, ദൈവം മോശയ്ക്ക് ആലോചന കൊടുക്കുന്നതിനന്തരം ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ എന്ത് ചെയ്തു? ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഏദോം എന്ന് പറയുന്ന ആ ദേശത്തിന്റെ അകത്തൂടെ എന്ത് ചെയ്യരുത്? പോകരുത്, ചുറ്റിപ്പോകണം. ഗ്ലോറി ടു ഗോഡ്. ഷോർട്ട് കട്ടായിട്ട് ദൈവത്തിന്റെ മക്കൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ദൈവത്തിന്റെ കനാനിലേക്ക് യാത്ര ചെയ്യുന്നവർ ഓർക്കണം, ഷോർട്ട് കട്ട് ഇല്ല. ചുറ്റിപ്പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ചുറ്റിപ്പോണം. നീ ആ പട്ടണത്തിനകത്ത് എന്ത് ചെയ്യരുത്? നീ കയറരുത്. ആ ദേശത്തെ എന്ത് ചെയ്യണം? ചുറ്റിപ്പോകണം. ഷോർട്ട് കട്ടാണെങ്കിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? എത്താൻ പറ്റും. ചുറ്റിക്കറങ്ങി ഒഴിഞ്ഞു പോകണമെങ്കിൽ സമയം എന്ത് ചെയ്യും? എടുക്കും. അപ്പൊ അങ്ങനെ ചുറ്റിപ്പോകാൻ പറഞ്ഞപ്പോൾ വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് എന്ത് ചെയ്തു? ക്ഷീണിച്ചു. ഷോർട്ട് കട്ടിലൂടെ ആണെങ്കിൽ എന്ത് ചെയ്യില്ല? ക്ഷീണിക്കത്തില്ല. ഹല്ലേലൂയ. നിത്യജീവന്റെ യഥാർത്ഥമായ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും?
പല ഷോർട്ട് കട്ടുകളെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒഴിവാക്കേണ്ടി വരും. പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന വഴികളാണ് എല്ലാവർക്കും പ്രിയം. പക്ഷെ ദൈവം പറയുന്ന കാര്യം എന്താ? ചുറ്റിപ്പോ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു യാത്ര ചെയ്യാനായിട്ടൊരു ഗൈഡൻസ് മോശ നിമിത്തം വന്നപ്പോൾ ജനം എന്ത് ചെയ്തു? ബുദ്ധിമുട്ടിലായി. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് എന്ത് ചെയ്തു? ക്ഷീണിച്ചു. അനുഗ്രഹം നിമിത്തം ഒരിക്കലും ജനത്തിന്റെ ഹൃദയം എന്തില്ല? ക്ഷീണിക്കത്തില്ല. ഭൗമികമായ ബ്ലെസ്സിങ്സ് ഇങ്ങനെ ധാരാളം കിട്ടിക്കൊണ്ടിരിക്കും തോറും അവരുടെ ഹൃദയം എന്ത് ചെയ്തില്ല? ക്ഷീണിക്കത്തില്ല. പക്ഷെ നിത്യജീവന്റെ വഴി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ആ വചനത്തെ കേട്ട് എന്ത് ചെയ്യും? ക്ഷീണം എന്ത് ചെയ്യും? ഉണ്ടാവും. ക്ഷീണം ഉണ്ടാകുമ്പോൾ ഓർത്തോളണം, നിത്യജീവനെയാണ് എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെടുത്തുന്നത്. ഗ്ലോറി ടു ഗോഡ്. വഴി നിമിത്തം ക്ഷീണമുണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു? ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവം ഉദ്ദേശിക്കുന്നത് ഇവരെ എവിടെ എത്തിക്കണമെന്നാണ്? കനാനിൽ എത്തിക്കണമെന്നാണ്. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉദ്ദേശിക്കുന്നത് എവിടെ എത്തിക്കണം എന്നാണ്? നിത്യ കനാനിൽ എത്തിക്കണം എന്നാണ്. പക്ഷെ വഴി നിമിത്തം എന്ത് ചെയ്യും? ക്ഷീണങ്ങളുണ്ടാവും. ഹല്ലേലൂയ. ആ ക്ഷീണം അതിജീവിക്കാൻ എന്ത് ചെയ്യണം? കഴിയണം. ഗ്ലോറി ടു ഗോഡ്. ഒരു കാരണവശാലും നമ്മൾ ക്ഷീണിച്ചു പോകാൻ പാടില്ല. കാരണം ക്ഷീണിച്ചു പോകാൻ നഷ്ടപ്പെട്ടു പോകുന്നത് എറ്റേണിറ്റിയാണ്. നിത്യജീവൻ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ വഴി നിമിത്തം അന്ന് ക്ഷീണിച്ചു പോയവർ ആർക്ക് വിരോധമായി മാറി? ദൈവത്തിനും ദൈവത്തിൻ്റെ ഹല്ലേലൂയ വഴി വെളിപ്പെടുത്തി കൊടുക്കുന്ന മോശ, ആ മോശയ്ക്കും വിരോധമായിട്ട് എന്ത് ചെയ്തു? സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? മരുഭൂമിയിൽ മരിക്കേണ്ടുന്നതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ നിങ്ങൾ കൊണ്ടുവന്നാണ്. ഈ നിങ്ങൾ എന്ന് ഇവര് പറയുന്ന ആരൊക്കെയാണ്? ദൈവവും മോശയും. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? മിസ്രയീം ദേശത്തിൽ നിന്ന് ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുന്നു. ആര് കൊണ്ടുവന്നു എന്നാ പറഞ്ഞ? ദൈവവും മോശയും കൂടെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നു. അതെന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകും. മരുഭൂമിയിൽ അപ്പം ദൈവം കൊടുത്തില്ലയോ? സ്വർഗത്തിലെ മന്നയാണ് എന്ത് ചെയ്തത്? കൊടുത്ത കാര്യത്തിന് ഇവർ പറയുന്നത് എന്താണ്? സാരമില്ലാത്ത. ആമേൻ. ദൈവത്തിന്റെ വചനം പലപ്പോഴും പലർക്കും അവർ പ്രതികരണം കൊണ്ട് വെളിപ്പെടുത്തുന്നത് എന്താണ്? സാരമില്ലാത്ത. ഈ വചനം മാത്രമേ ഉള്ളൂ. വേറെ അപ്പവും വെള്ളവും കാടക്കോഴിയൊന്നും ഇല്ലേ? ഇവിടെ മരുഭൂമിയിൽ എന്ത് മാത്രമേ ഉള്ളൂ എന്നാണ് അവരുടെ പരാതി. ഈ സാരമില്ലാത്ത മന്ന മാത്രമേ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങളും അന്നും ഇന്നും എന്നും എല്ലാ കാലത്തിലും ദൈവജനം എന്ന് പറയുന്നവരുടെ പരാതിയാണ്. അപ്പോൾ ഈ പരാതി വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവര് പറഞ്ഞു എന്താണ്? ഞങ്ങൾക്ക് ഈ മന്ന ഞങ്ങൾക്ക് എന്താകുന്നു? വെറുപ്പാകും. നിങ്ങൾ വിവേചിച്ചു നോക്കൂ. നിത്യജീവന്റെ വചനം ജനത്തിന് എന്താണ്? വെറുപ്പാണ്. ഹല്ലേലൂയ. ദൈവം കനാനിലേക്ക് പോകുവാൻ തക്കവണ്ണം കൃത്യമായ വഴി ദൈവം എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തിട്ട് ചില ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനകത്തൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കടക്കരുത്. നിങ്ങൾ ചുറ്റിയാണെങ്കിലും യാത്ര ചെയ്യണം. വഴിയുടെ ദൂരം നിമിത്തം ഇവരെ ക്ഷീണിച്ചിട്ട് ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള അപ്പവും വെള്ളവും ഒന്നും ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടാതെ വന്നപ്പോൾ മിസ്രയീം ദേശത്തിൽ നിന്ന് ഞങ്ങളെ ഈ മരുഭൂമിയിലോട്ട് നിങ്ങൾ കൊണ്ടുവന്നു. ദൈവവും മോശയും കൂടെ കൊണ്ടുവന്നത് ഞങ്ങളെ ഈ മരുഭൂമിയിലിട്ട് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഈ സാരമില്ലാത്ത അപ്പം, ഈ സാരമില്ലാത്ത മന്ന, ദൈവം ആകാശത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്ത മന്ന ഞങ്ങൾക്ക് എന്താകുന്നു? വെറുപ്പാണ്. ചോദിച്ചു വാങ്ങിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. തൊട്ടടുത്ത് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിത്യജീവന്റെ വചനങ്ങളെ തള്ളിക്കളയുമ്പോൾ ഓർത്തുകൊള്ളണം, ശത്രു ആയ പിശാചിന് പ്രവർത്തിപ്പാൻ വളരെ വേഗത, ഈ വേഗത കൂടിയതാണ് അഗ്നിസർപ്പം. തെരഞ്ഞു പിടിച്ചതെന്ത് ചെയ്തു? ആക്രമിച്ചു. അതിന്റെ കടിയേറ്റവരെന്ത് ചെയ്തു? മരണപ്പെട്ടു പോകുന്നു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. കണ്ടോ? ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു. പലപ്പോഴും ജനം എപ്പോഴും ദൈവത്തിന്റെ അടുക്കലേക്കും
ദൈവിക ശുശ്രൂഷക്കാരുടെ അടുക്കലേക്ക് എത്തുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടി എന്ത് ചെയ്യണം? കിട്ടണം. ആരാ കടി? പിശാച് കടിച്ചു. സർപ്പം എന്ത് ചെയ്തു? കടിച്ചു. അഗ്നി സർപ്പം കടിച്ചു. ഇനി അടുത്തെന്താണ്? സ്പിരിച്വൽ ഡെത്ത് സംഭവിക്കും, മരണം സംഭവിക്കും. അന്ന് ഫിസിക്കൽ ഡെത്ത്. അപ്പോൾ എന്ത് ചെയ്തു? അയ്യോ എന്ന് വിളിക്കും. അതിനു മുമ്പ് പറഞ്ഞ കാര്യമല്ല അവരെന്ത് ചെയ്യും? മറന്നതിന് ശേഷം പിന്നെ ഒരേ ആരാധനയാണ്, പിന്നെ ഒരേ സ്വോത്രമാണ്. കാര്യം എന്താ? ഇവർക്ക് ഇതിനകത്ത് നിന്ന് വിടുതൽ എന്ത് ചെയ്യണം? കിട്ടണം. ഞങ്ങൾ യഹോവയ്ക്ക് നിനക്ക് വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. അപ്പൊ അവർക്ക് ബോധ്യമുണ്ട്. എന്താ? ഞങ്ങൾ ദൈവത്തിന് നിനക്ക് വിരോധമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? സംസാരിച്ചത് കൊണ്ടാണ് ഈ ന്യായവിധി എന്ത് ചെയ്തത്? ഉണ്ടായത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറഞ്ഞ്. ഞങ്ങൾ യഹോവയ്ക്കും അഭിഷിക്തനായ മോശയ്ക്കും വിരോധമായിട്ട് എന്ത് ചെയ്തു? സംസാരിച്ചത് കൊണ്ടാണ് ഈ വിഷയം സംഭവിച്ചത്. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം. മോശയോട് അപേക്ഷിക്കുകയാണ്. മോശ ജനത്തിന് വേണ്ടി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. യഹോവ മോശയോട് ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മോശ എന്ത് ചെയ്തു? താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അല്ലെ, താമ്ര സർപ്പത്തെയാണ് എന്ത് ചെയ്തത്? ഉണ്ടാക്കി കൊടിമരത്തിൽ എന്ത് ചെയ്തത്? തൂക്കിയത്. അതേ കാര്യത്തെ യോഹന്നാൻ ക്രിസ്തുവിനെ കുറിച്ചിട്ടുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ യോഹന്നാൻ അവിടെ 3-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കുറിച്ചു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അന്ന് മോശ ഉയർത്തിയ പിത്തള സർപ്പം, താമ്ര സർപ്പം ഷേപ്പ് കൊണ്ട് സർപ്പത്തിന്റെ ഷേപ്പാണ്. പക്ഷെ അതിനകത്ത് എന്തില്ല? വിഷമില്ല. ഗ്ലോറി ടു ഗോഡ്. അതാണ് ഇവിടെ നമ്മൾ റോമറിൽ വായിച്ചത്. ജഡത്തിന്റെ സാദൃശ്യത്തിൽ ക്രിസ്തു വന്നു, അവനിൽ മനുഷ്യനിൽ കടന്ന വിഷമില്ല, പാപവിഷമില്ല. താമ്ര സർപ്പത്തിന് എന്തില്ല? വിഷമില്ലാത്തതുപോലെ ക്രിസ്തു മനുഷ്യന്റെ ജഡശരീരത്തിലാണ് വെളിപ്പെട്ട് വന്നതെങ്കിലും മനുഷ്യ ജഡശരീരത്തിനകത്തേക്ക് പിശാചിന്റെ കടിയാൽ സന്നിവേശിപ്പിക്കപ്പെട്ട പാപമെന്നുള്ള ശക്തി ക്രിസ്തുവിൽ ഇല്ല. അവനിൽ പാപമില്ല. അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. പിത്തള സർപ്പത്തിൽ സർപ്പവിഷമില്ലാത്തതുപോലെ മനുഷ്യനായി വെളിപ്പെട്ട ക്രിസ്തുവിൽ പാപത്തിന്റെ അംശം ലേശം പോലും തൊടാത്തവനായി ക്രൂശിൽ ഉയർത്തപ്പെടുമ്പോൾ ഈ പാപത്തിന്റെ ശിക്ഷ എന്ന രണ്ടാം മരണത്തിന്റെ ശിക്ഷ ഏൽക്കപ്പെട്ട ഏതൊരു മനുഷ്യനായിരുന്നാലും അന്ന് മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അതിലേക്ക് നോക്കിയവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നതുപോലെ ക്രിസ്തുവിൽ നോക്കുന്ന യഹൂദനായാലും യവനനായാലും ശമര്യനായാലും സ്വത്രം ഭൂലോകത്തിലുള്ള സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആരാണോ ക്രിസ്തുവിനെ നോക്കുന്നത് അവർ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് അവർ നിത്യജീവനിലേക്ക് കടക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയാണ് ക്രൂശിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഇതിനെയാണ് ജനം നിഷേധിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വമെടുക്കുമാറാകട്ടെ. അപ്പോൾ ഈ രക്ഷാപദ്ധതി ഹല്ലേലൂയ പിതാവാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. പുത്രനാം ക്രിസ്തുവിലൂടെ അതെന്ത് ചെയ്യുന്നു? നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ വെളിച്ചം, ആ വെളിപ്പാട്, ആ വചനത്തിലെ വ്യാഖ്യാനങ്ങൾ, വചനത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയാന്തർഭാഗത്തിലേക്ക് അത് വെളിപ്പെടുത്തി തരുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവനാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ദൈവം മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടുന്നതിനെ തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ ദൈവം നമ്മെ മുന്നമേ നിയമിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ആ മുൻ നിയമിച്ചവരെ കാലത്തിൻ്റെ സമയത്തിൽ നമ്മെ വിളിക്കേണ്ടിയ സമയത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചു വേർപെടുത്തി. ഗ്ലോറി ടു ഗോഡ്. ആ വിളിച്ചവരെ നീതീകരിച്ചും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയുള്ള നീതീകരണം. ഗ്ലോറി ടു ഗോഡ്. പുതിയ നിയമസഭ അവകാശമാക്കുന്നത് പ്രവൃത്തിയാലുള്ള നീതീകരണമല്ല, വിശ്വാസത്താലുള്ള നീതീകരണം. എന്നാൽ വിശ്വാസത്തിന് അനന്തരം ആത്മാവിന്റെ ബലം നമ്മിൽ പുറപ്പെടുവിക്കുന്നത്
പരിശുദ്ധാത്മാവാണ്. ഗ്ലോറി ടു ഗോഡ്. വിശദമായ പഠനമാണ് കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമർ 8-15 അധ്യായത്തിൽ 15 വാക്യം വരുമ്പോൾ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടുന്നതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അവിടെ നമുക്ക് പിതാവാം ദൈവത്തെ അബ്ബാ എന്ന് വിളിപ്പാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവ് നമുക്ക് എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. തൊട്ട് മുകളിൽ അവിടെ വായിച്ചത് ഇങ്ങനെയാണ്, നാം പിന്നെയും ഭയപ്പെടേണ്ടുന്നതിന് ദാസ്യത്തിന്റെ ആത്മാവിനല്ല. ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തിന് കൊടുക്കുമ്പോൾ ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അതിൻ്റെ പുറത്ത് വരാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയാതെ വരുമ്പോൾ ന്യായപ്രമാണത്തിൽ അവൻ എന്താണ്? ദാസ്യത്തിൽ അവൻ നിൽക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. പ്രമാണം അനുസരിക്കാതെ വരുമ്പോൾ ആ പ്രമാണം തന്നെ അവൻ എന്ത് ചെയ്യുന്നു? ശിക്ഷ വിധിക്കുന്ന അനുഭവത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവൻ ഭയപ്പെടുകയാണ്. എന്തിനാണ് ഭയപ്പെടുന്നത്? ഇതിൽ നിന്ന് പുറത്തു വരാതെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്തില്ല, കഴിയത്തില്ല. അപ്പോൾ അവനെ ഭരിക്കുന്ന എന്താണ്? ദാസ്യത്വം അവനെ ഭരിക്കുകയാണ്. പക്ഷെ പുതിയ നിയമത്തിൽ വിശ്വാസത്തിൽ വരുന്ന ഒരു വ്യക്തിക്ക് ദാസ്യത്തിന്റെ ആത്മാവല്ല, പുത്രത്വത്തിന്റെ ആത്മാവാണ് തന്നിരിക്കുന്നത്. ഈ പുത്രത്വത്തിന്റെ ആത്മാവ് ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അനുസരിച്ചത് കൊണ്ട്, ഗ്ലോറി ടു ഗോഡ്, പഴയ നിയമത്തിലെ ഭക്തന്മാർ ദാസ്യത്വത്തിൽ നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന ദൈവത്തിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് അപ്പ എന്ന് വിളിക്കുവാൻ, മറ്റവർ ദാസ്യത്വത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പിതാവാം ദൈവത്തെ അപ്പ പിതാവേ എന്ന് വിളിച്ച് ആരാധിപ്പാൻ തക്കവണ്ണമുള്ള അനുഗ്രഹത്തെ ദൈവം നമുക്ക് നൽകുകയാണ്. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് അവരോടും പൗലോസ് പറയുകയാണ്, ആ ദാസ്യത്വത്തിൽ നിന്ന് നിങ്ങൾക്കും എന്ത് ചെയ്യാം? യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരണത്തിലൂടെയും തൽഫലമായി ലഭിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അബ്ബാ പിതാവേ എന്ന് എന്ത് ചെയ്യാം? വിളിക്കാം. ഗ്ലോറി ടു ഗോഡ്. വിളിച്ച് ദൈവത്തെ എന്ത് ചെയ്യാം? ആരാധിക്കാം. അപ്പോൾ അവിടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പിതാവിന്റെ പദ്ധതി അവിടെ എന്ത് ചെയ്യുന്നു? കാണുന്നുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. 29 വാക്യത്തിൽ നമ്മൾ നേരത്തെ വായിച്ചത് പുത്രൻ എന്നുള്ള പദപ്രയോഗം അവിടെ എന്ത് ചെയ്യുന്നു? വരുന്നു. 3 വാക്യത്തിലും തൻ്റെ പുത്രൻ എന്നുള്ള പദപ്രയോഗം എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. 32 വാക്യത്തിൽ വരുമ്പോഴും സ്വന്തം പുത്രനെ ആദരിക്കാതെ, അപ്പോൾ അവിടെയും പുത്രൻ എന്നുള്ള പദപ്രയോഗം എന്ത് ചെയ്യുന്നു? വരുന്നുണ്ട്. ഗ്ലോറി ടു ഗോഡ്. 9 വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രവർത്തനമാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നതിൽ ആരൊക്കെയുണ്ട്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് നമ്മൾ ചെയ്യുന്ന എന്താണ്? തൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി നമ്മെ എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വിളിച്ചവരെ, ഈ പ്രക്രിയയ്ക്ക് വേണ്ടി വിളിച്ചവർ, നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടോ? എന്നെ പരിശുദ്ധാത്മാവ് വിളിച്ച് വേർതിരിച്ച് ദൈവവചനത്തിന്റെ വെളിപ്പാടിലൂടെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് ആ രക്ഷയെ വിശ്വാസത്താൽ കരസ്ഥമാക്കുവാനും, ഗ്ലോറി ടു ഗോഡ്, ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചപ്പോൾ അത് എൻ്റെ കൂടെ നീതീകരണവും തൽഫലമായി എൻ്റെ കൂടി നിത്യജീവന് വേണ്ടിയിട്ടുള്ളതാണ് ക്രിസ്തു പുനരുദ്ധാനം ചെയ്തതെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കൊണ്ടുവരുമ്പോൾ സകലതും നന്മയ്ക്കാണെന്നുള്ള കാര്യം എന്ത് ചെയ്യും? ബോധ്യം ഉണ്ടാവും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പിതാവ് എനിക്കൊരുക്കിയ നന്മ, പുത്രനായ ക്രിസ്തു എനിക്കൊരുക്കിയ നന്മ, പരിശുദ്ധാത്മാവ ദൈവം എനിക്കൊരുക്കിയ നന്മ, തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ലോക മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ലോക മനുഷ്യന് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നല്ല സ്ഥാനവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? ആരും എന്നോളം എന്ത് ചെയ്യരുത്, വരരുത്. നീ നിൽക്കുന്നിടത്ത് തന്നെ നീ എന്ത് ചെയ്താൽ മതി? നിന്നാ മതി. എന്നാൽ എന്നെ സ്നേഹിച്ച ദൈവമോ, എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണെന്നറിയാമോ? നീയും എന്നോട് കൂടെ ഇരിക്കണം, എൻ്റെ സിംഹാസനത്തിൽ നിനക്കും ഇരിക്കാം,
എൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി നിനക്കുമാകാം. മനുഷ്യനത് തള്ളിക്കളയുമ്പോൾ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമായി ആ തേജസ്കരണം പ്രാപിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് എന്നെ സ്നേഹിച്ച ദൈവം. Glory to God. ഈ സ്നേഹത്തിനെയാണ് മറുതലിച്ചുകൊണ്ട് മനുഷ്യൻ അവൻ മറ്റു പല കാര്യങ്ങളിലേക്ക് അവൻ ഓടുന്നത്. ആ സ്വരൂപത്തോട് അനുരൂപമാകുവാനാണ് എനിക്ക് വേണ്ടി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ക്രൂശിൽ എന്നെ രക്ഷിക്കേണ്ടുന്നതിന് വേണ്ടി അവൻ തകർക്കപ്പെട്ടത്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസത്താൽ എന്നെ രക്ഷിക്കാൻ ക്രിസ്തു ചെയ്ത കാര്യങ്ങളെ കാണുമ്പോൾ ആ സ്നേഹത്തിൽ തന്നോടുള്ള വിശ്വാസം എന്നിൽ എന്ത് ചെയ്യും? വർദ്ധിക്കും. ആ വർധനവ് തൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി തീരുവാൻ തക്കവണ്ണം നമ്മിൽ ആ ഉയരത്തിലെ ശക്തി, അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരും. ഗ്ലോറി ടു ഗോഡ്. ഈ ലോകത്തിൽ മനുഷ്യൻ കണ്ടെത്തിയ എല്ലാ ശക്തിയും കൊണ്ട് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവിടെ പരാജയപ്പെടും. അതുകൊണ്ടാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശക്തിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉയരത്തിലെ ശക്തി മനുഷ്യന്റെ സകല ശക്തിയെക്കാളും അത്യന്ത ശക്തിയാണ്. കാരണം മരണത്തിനപ്പുറത്തേക്ക് നിത്യജീവനിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള ശക്തിയാണ് ഉയരത്തിലെ ശക്തി. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി മൺകൂടാരത്തിൽ തന്നിരിക്കുന്നു. അതെപ്പോൾ അത് സംഭവിക്കും? ആ ശക്തിയുടെ പൂർണ്ണത. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയ ഈ അത്യന്ത ശക്തി നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കാര്യം മനസ്സിലാകുന്നുണ്ടോ? കേവലം ഭൗമികമായ ചില നന്മകൾ ഉണ്ടാകാനുള്ള പ്രാർത്ഥനയും ആരാധനയും വിശ്വാസവും ഒക്കെ എല്ലാവർക്കും മനസ്സിലാവും. നിത്യജീവന്റെ മാർഗം കർത്താവ് യഹൂദജനത്തിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ന്യായപ്രമാണത്തെ നിങ്ങൾ ശോധന ചെയ്യുന്നു. നിങ്ങൾ പൊട്ടന്മാരാണോ യഹൂദജനം? അവർ ശോധന ചെയ്യുന്നത് എന്താണ്? നിത്യജീവനെയാണ് അവർ ശോധന ചെയ്യുന്നത്. നിത്യജീവൻ അവയിൽ ഉണ്ടോ എന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? ശോധന ചെയ്യുന്നത്. പുതിയ നിയമസഭയിലുള്ള വിശ്വാസികൾ ശോധന ചെയ്യുന്നത് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ പുസ്തകത്തിൽ അടിവരയിട്ടിരിക്കുന്ന വചനങ്ങൾ നോക്കിയാൽ അറിയാം. ഉയർത്തും, അനുഗ്രഹിക്കും, പാലല്ല തലയാക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരെന്ത് ചെയ്യുന്നത്? അടിവരയിടുന്നത്. യഹൂദന്മാർ അന്വേഷിക്കുന്നതാണ്, നിത്യജീവനാണ് അന്വേഷിക്കുന്നത് ന്യായപ്രമാണത്തിൽ. കർത്താവ് അവരോട് പറഞ്ഞെന്നാണ്, നിങ്ങൾ ന്യായപ്രമാണത്തെ ശോധന ചെയ്യുന്നുണ്ട്, അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? അറിയുന്നു. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ, നിങ്ങൾക്ക് ജീവനെ പ്രദാനം ചെയ്യാൻ ഉള്ളവനാണ് ഞാനെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? തിരിച്ചറിയുന്നില്ല. ജീവൻ പ്രാപിക്കാൻ നിങ്ങൾ എൻ്റെ അടുക്കൽ എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. നിങ്ങൾ അക്ഷരത്തിന്റെ പുറകിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പോകുന്നു. എന്നാൽ അക്ഷരത്തെ അനുസരിച്ച ജീവൻ ക്രിസ്തുവിൽ അധിവസിക്കുന്നു. ആ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വരാൻ കഴിയുന്നില്ല. പുറംജാതികളായിരിക്കുന്നവരോ കേവലം ഭൗമികമായ നന്മകളാണ് ഹല്ലേലൂയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞ് അവർ അതിൻ്റെയും പുറകെ പോകുമ്പോൾ, ഗ്ലോറി ടു ഗോഡ്, പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഗ്ലോറി ടു ഗോഡ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി കർത്താവ് പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഗ്ലോറി ടു ഗോഡ്. നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്? പൗരത്വമുണ്ട്. പക്ഷെ ഈ പൗരത്വം മരണത്തോടു കൂടി എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലിരിക്കുന്ന റേഷൻ കാർഡ് അന്നത്തോടെ എന്ത് ചെയ്തു? തീർന്നു. ആധാർ കാർഡിന്റെ അന്നത്തോടെ എന്ത് ചെയ്തു? തീർന്നു. ATM കാർഡ്, എല്ലാ കാര്യം, കാർഡുകളെല്ലാം അന്ന് എന്ത് ചെയ്യും? അസാധുവാകുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ഉയരത്തിലെ പൗരത്വം ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് ഒരു പൗരത്വം അവസാനിക്കത്തില്ല. അത് നിത്യമായ പൗരത്വം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്നും നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരവും തിരശീലയ്ക്കകത്തേക്ക് നിത്യമായി ദൈവത്തോട് വാസം ചെയ്യുവാൻ തക്കവണ്ണം എന്നേക്കുമുള്ള പ്രവേശനമായിരിക്കും ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഈ രക്ഷയെക്കുറിച്ച് ഗ്ലോറി ടു ഗോഡ് പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളമായ ബോധ്യം എന്ത് ചെയ്യട്ടെ?
തരട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ അഗ്നിസർപ്പം, പിത്തള സർപ്പം എന്ത് ചെയ്തു? ഉണ്ടാക്കി കൊടിമരത്തിൽ മോശ തൂക്കി. അതിലെന്തില്ല? സർപ്പത്തിന്റെ വിഷമില്ല. ഗ്ലോറി ടു ഗോഡ്. അതുപോലെ ക്രിസ്തു പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നു. അവനിൽ എന്തില്ല? പാപമില്ല. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, അവനിൽ പാപമില്ല. എൻ്റെ പാപത്തിനു വേണ്ടി ക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തു? എൻ്റെ പാപത്തെ കർത്താവ് എന്ത് ചെയ്തു? വഹിച്ചു. എൻ്റെ ശാപത്തെ കർത്താവ് വഹിച്ചു. എൻ്റെ മരണം എന്നുള്ള ശിക്ഷ കർത്താവ് എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പാപത്തിന് മരണത്തിൽ ഹല്ലേലൂയ ശിക്ഷ എന്ത് ചെയ്തു? വിധിച്ചു. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നമുക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ ദൈവം അവനെ പരസ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? നിർത്തിയിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടുന്നതിന് തന്നെ. ന്യായപ്രമാണത്തിന്റെ നീതി എന്താണ്? നിത്യജീവൻ. ഗ്ലോറി ടു ഗോഡ്. ആ നിത്യജീവൻ എന്തിലിപ്പോൾ ഇരിക്കുന്നു? പരിശുദ്ധാത്മാവിൽ. അപ്പോൾ നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ എന്ത് ചെയ്യും? മരിക്കും. എന്നാലോ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിച്ചാലോ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ നിത്യജീവൻ എന്ത് ചെയ്യും? ലഭിക്കും. എന്നിട്ട് തൊട്ടടുത്ത വാക്യം, 5-ാം വാക്യത്തിൽ, ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. 2 സ്വഭാവത്തെ കുറിച്ച് കാണിക്കുന്നു. ജഡ സ്വഭാവം, ആത്മസ്വഭാവം. നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം. ഞാൻ എന്ത് സ്വഭാവത്തിന് ഉടമയാണ്? ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നുള്ളത് ശരീരത്തിനെ കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. വസ്ത്രത്തേക്കാൾ വലിയത് ശരീരം, ഭക്ഷണത്തേക്കാൾ വലിയത് ജീവൻ. ഗ്ലോറി ടു ഗോഡ്. ഇതെല്ലാം എന്ത് ചെയ്യും? അഴിഞ്ഞു പോകും. അഴിഞ്ഞു പോകാത്ത എന്താണ്? ജീവൻ. അപ്പോൾ നിങ്ങൾ ജീവൻ കിട്ടേണ്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്? അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ. മറിയ യേശുവിൻ്റെ പാദത്തിലിരുന്നു. അവൾ നല്ല അംശം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. എന്താണ് നല്ല അംശം? നിത്യജീവന്റെ മൊഴികൾ. ആ നല്ല അംശം അവളിൽ നിന്ന് ആരും എന്ത് ചെയ്യത്തില്ല? അപഹരിച്ചു കൊണ്ടുപോകത്തില്ല, കവർന്നെടുക്കത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? പ്രവർത്തിപ്പിൻ. നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട്. ഇന്ന് ആൾക്കാര് ഹല്ലേലൂയ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ള കാര്യത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പോവുകയാണ്. അത് നമുക്ക് ആവശ്യമല്ലേ? ഇതൊക്കെ നമുക്ക് ആവശ്യമെന്ന് ആരും അറിയുന്നു? ദൈവം അറിയുന്നു. പക്ഷേ ഇതിനല്ല പ്രയോറിറ്റി. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെ എറ്റേണിറ്റിയാണ് നമ്മുടെ പ്രയോറിറ്റി. ഹല്ലേലൂയ. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നു? ജഡത്തിൻ്റെ സ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും. അപ്പൊ ജഡ സ്വഭാവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ആത്മസ്വഭാവത്തിലേക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. ഗ്ലോറി ടു ഗോഡ്. ഒരു കാലത്തിൽ ജഡ സ്വഭാവത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ജീവിച്ചു. എന്നാലോ ഇന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മ സ്വഭാവത്തിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യുക? വരിക. ജഡത്തിന്റെ ചിന്ത മരണം എന്നാണ്. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം. അപ്പോൾ 2 സ്വഭാവത്തെ കുറിച്ച് പറയുന്നു. ജഡത്തിന്റെ സ്വഭാവം, ആത്മാവിന്റെ സ്വഭാവം. 2 ചിന്തയെ കുറിച്ച് പറയുന്നു. ജഡത്തിന്റെ ചിന്ത, ആത്മാവിന്റെ ചിന്ത. ആത്മീയരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ, ഗ്ലോറി ടു ഗോഡ്, നമ്മൾ എന്ത് സ്വഭാവത്തിലാണ് നമ്മളായിരിക്കുന്നത്, നമ്മൾ എന്ത് ചിന്തയിലാണ് നമ്മളായിരിക്കുന്നതെന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. നമ്മൾ നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം. ജഡത്തിന്റെ ചിന്തയിൽ നിന്ന് ആത്മാവിന്റെ ചിന്തയിലേക്ക് നമ്മൾ വരുന്നുണ്ടെങ്കിൽ, ഗ്ലോറി ടു ഗോഡ്, ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ നിത്യജീവൻ നമുക്ക് അവകാശമാക്കുവാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പൊ നല്ല രീതിയിൽ പെരുമാറാൻ നമുക്ക് എന്ത് ചെയ്യും? കഴിയും. നല്ല രീതിയിലെ പെരുമാറ്റം, അല്ലേ? ഈ പെരുമാറ്റം സ്വഭാവവും രണ്ടാണ്. ദൈവം നോക്കുന്നത് പെരുമാറ്റത്തിനല്ല, ദൈവം നോക്കുന്നത് സ്വഭാവത്തെ. ബിഹേവ് ചെയ്യാൻ പറ്റും, പക്ഷെ ക്യാരക്ടറാണ് വിഷയം. ഹല്ലേലൂയ. അതാണ് ആ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്. നമ്മൾ നല്ല പെരുമാറാൻ എല്ലാവരുടെ മുമ്പിൽ എന്ത് ചെയ്യും? സാധിക്കും. നല്ല പെരുമാറ്റം. പക്ഷെ ദൈവം നല്ല പെരുമാറ്റമല്ല നോക്കുന്നത്, ദൈവം നോക്കുന്നത് ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം?
വരണം. അതാണ് തൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി നമ്മെ എന്ത് ചെയ്യുന്നു, രൂപാന്തരപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. തൻ്റെ സ്വരൂപത്തോട് അനുരൂപമായുള്ള പെരുമാറ്റമല്ല, ആ സ്വഭാവത്തോട് നമ്മൾ എന്ത് ചെയ്യണം, അനുരൂപമാകുവാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്യും, നമ്മിൽ ചില കാര്യങ്ങൾ, ചില വിഷയങ്ങളിലൂടെയൊക്കെ ദൈവം നമ്മെ എന്ത് ചെയ്യും, കടത്തിവിടും. ഹല്ലേലൂയ. നമ്മളായിട്ട് ശ്രമിച്ചാൽ നീങ്ങിപ്പോകാത്ത കാര്യം ചില തീക്കകത്തൂടെ പോകുമ്പോൾ എന്ത് ചെയ്യും, അത് നീങ്ങിപ്പോവും. ഗ്ലോറി ടു ഗോഡ്. കത്തിച്ച് കളയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തീ എന്ത് ചെയ്യും, കത്തിച്ച് കളയും. സ്തോത്രം. തീ പോലൊരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർത്തു കൊള്ളണം, ദൈവം ചില കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, കത്തിച്ച് കളയും. സ്തോത്രം. അത് ആവശ്യമില്ലാത്ത കാര്യം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്ത് ചെയ്യുന്നത്, കത്തിച്ച് കളയും. ദൈവത്തിന് ആവശ്യമായ കാര്യം എന്ത് ചെയ്യും, ആ തീയുടെ അളവ് കൂടുന്നതനുസരിച്ച് കത്തിച്ച് കളയാൻ പറ്റാത്തതിന് പിന്നെ എന്ത് ചെയ്യും, ഉരുക്കി തീയുടെ ചൂട് കൂടുന്നതനുസരിച്ച് പൊന്നിലെ കീടം എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യുന്ന പോലെ തീ കൂടുന്നതനുസരിച്ച് കീടം സെപ്പറേറ്റ് ആവും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മെ ദൈവം എന്ത് ചെയ്യുന്നു, തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ ജഡ സ്വഭാവത്തിൽ നിന്ന് ആത്മസ്വഭാവത്തിലേക്ക് എന്ത് ചെയ്യും, ഗ്ലോറി ടു ഗോഡ്, പെരുമാറ്റമല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരും. കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണമേ, സഹായിക്കണം. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണ്. ഗ്ലോറി ടു ഗോഡ്. അവിടെ നമ്മൾ വായിച്ചു, ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും അവരിനി എന്ത് ചെയ്താലും എന്ത് ചെയ്യും, അവർ ജഡത്തിനുള്ളതേ ചിന്തിക്കത്തുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് പറഞ്ഞെന്താണ്, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. എന്താണ്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ളത് ആരന്വേഷിക്കുന്നു, ജാതികൾ. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ജനം, വിശുദ്ധ ജനം എന്ന് പറയുന്നവർ ഈ കാര്യത്തിനാണ് സഭയിൽ പോകുന്നതെങ്കിൽ അവരെ പരിശുദ്ധാത്മാവ് വിളിക്കുന്ന പേരെന്താണ്, ജാതികൾ എന്നാണ്. ഇന്ന് സഭയ്ക്കകത്ത് ഗ്ലോറി ടു ഗോഡ് ശുശ്രൂഷകളെ നോക്കുമ്പോൾ ജനത്തിന്റെ ഭൗമികമായ ആവശ്യങ്ങളെയാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ അവിടെ ജാതീയമായ സ്പിരിറ്റാണ്. ഗ്ലോറി ടു ഗോഡ്. ഭൗമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശുശ്രൂഷകൾ ചെയ്യുന്നതെങ്കിൽ അവിടെ വ്യാപരിക്കുന്നത് ജാതീയമായ സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയാൽ അവർ ജഡ സ്വഭാവത്തിൽ നിന്ന് ആത്മസ്വഭാവത്തിലേക്ക് മാറ്റും. ജഡത്തിൻ്റെ ചിന്തയിൽ നിന്ന് ആത്മാവിൻ്റെ ചിന്തയിലേക്ക് കടക്കും. ഹല്ലേലൂയ. എഴുതപ്പെട്ട വചനം, ഗ്ലോറി ടു ഗോഡ്, പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമുക്കതിൻ്റെ ജീവൻ നമുക്ക് ഉണ്ടാകത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വചനം, എഴുതപ്പെട്ട വചനം അങ്ങനെ തന്നെ ആയിരിക്കുമ്പോൾ അതിൽ എന്തില്ല, ജീവനില്ല. ആ വചനത്തെ പൂർണ്ണമായി നിവർത്തിച്ച ക്രിസ്തുവിലാണ് വചനത്തിന്റെ ജീവനിരിക്കുന്നത്. ആ ജീവനാണ് എന്ത്, പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് ദൈവസഭയ്ക്ക് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഈ സഭയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ ചിന്താമണ്ഡലത്തിൽ ദൈവത്തിന്റെ ആത്മവ്യാപാരം ഉണ്ടാകും, വിചാരങ്ങളിൽ വ്യാപാരം ഉണ്ടാകും, വികാരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകും, ഇച്ഛാശക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടാവും. അതാണ് ആത്മാവിന്റെ ചിന്തയിലേക്ക് നമ്മൾ വരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ഇപ്പൊ പരിശുദ്ധാത്മാവിന് എന്തുണ്ട്, പ്രമാണമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. എന്ത് പ്രമാണം? ന്യായപ്രമാണം. ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച ക്രിസ്തുവിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ നിത്യജീവനാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരിലും പ്രാപിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. ഗ്ലോറി ടു ഗോഡ്. കാരണം പരിശുദ്ധാത്മാവിന് മാത്രമേ എൻ്റെ ആത്മാവിനെ നിത്യജീവനിൽ എത്തിക്കാൻ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ആരുടെ ആത്മാവിനെയും നിത്യജീവനിൽ എത്തിക്കാൻ എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ല. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്നാണ് വചനം പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. അവിടെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ അനുതപിച്ച് മാനസാന്തരപ്പെട്ടുകൊണ്ട് രൂപാന്തരപ്പെട്ടുകൊണ്ട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനെ വാഞ്ചിക്കേണ്ടത്. കാരണം ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല എന്നാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. 6-ാമത്തെ വാക്യത്തിൽ 2 ചിന്തകളെ, ജഡത്തിന്റെ ചിന്ത എന്തിനെ കൊണ്ട് തരുന്നു? മരണം. സ്പിരിച്വൽ ഡെത്ത് ഉണ്ടാക്കും, 2ാം മരണത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഗ്ലോറി ടു ഗോഡ്. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഗ്ലോറി ടു ഗോഡ്. പരിശുദ്ധാത്മാവിന്റെ ചിന്ത ജീവൻ, നിത്യജീവനും സമാധാനം, ദൈവത്തോടുള്ള സമാധാനം. ഗ്ലോറി ടു ഗോഡ്. അവർക്ക് ദൈവത്തോട് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഒരു സമാധാനം എന്ത് ചെയ്യും, ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഏതെങ്കിലും ആത്മാവ് ആ വ്യക്തി എന്ത് ചെയ്യും, ഇറിറ്റേറ്റ് ചെയ്ത് ഇളക്കിക്കൊണ്ടുപോകും.
ദൈവസന്നിധിയിൽ ആരാധിക്കാൻ അവർക്ക് സമാധാനം എന്ത് ചെയ്യും? ഉണ്ടാവും. സത്യത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന ദൈവസഭയിൽ അവർക്ക് സമാധാനത്തോടെ ദൈവത്തെ ആരാധിക്കാൻ എന്ത് ചെയ്യും? കഴിയും. ഇല്ലാത്ത പക്ഷം അവരെ എന്ത് ചെയ്യും? ഇറിറ്റേറ്റ് ചെയ്ത് അവിടെ നിളക്കിക്കൊണ്ടു. ഗ്ലോറി ടു ഗോഡ്. അതാണ് ദൈവത്തോടുള്ള സമാധാനം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാനും ആരാധിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള സമാധാനം, ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള സമാധാനം, ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷനുള്ള സമാധാനം, ആത്മാവിൻ്റെ ചിന്തയോ നിത്യജീവനും ദൈവത്തോടുള്ള സമാധാനം. ആ ദൈവത്തോടുള്ള സമാധാനം നമുക്ക് പ്രാപിക്കാൻ കഴിയുമ്പോൾ കൂട്ടു സഹോദരങ്ങളോടും നമുക്ക് സമാധാനം പ്രാപിക്കാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ജഡ സ്വഭാവത്തിൽ നിന്ന് ആത്മസ്വഭാവത്തിലേക്ക് വരിക, ജഡത്തിൻ്റെ ചിന്തയിൽ നിന്ന് ആത്മാവിൻ്റെ ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മിൽ ഉളവാകുന്നതാണ് ആത്മാവിൻ്റെ ഫലം. ഗ്ലോറി ടു ഗോഡ്. ജഡത്തിൻ്റെ ചിന്തയിലിരുന്നാൽ എന്ത് സംഭവിക്കും? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 16 മുതൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. കണ്ടോ? ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധം. രണ്ട് അഭിലാഷങ്ങളെ കുറിച്ച് പറയുന്നു. ജഡത്തിനൊരു അഭിലാഷമുണ്ട്, ആത്മാവിനൊരു അഭിലാഷം. ഗ്ലോറി ടു ഗോഡ്. ജഡാഭിലാഷത്തിലേക്ക് പോയാൽ, ജഡത്തിന്റെ ചിന്തയിലേക്ക് പോയാൽ, ജഡത്തിന്റെ സ്വഭാവത്തിലേക്ക് പോയാൽ മരണം ഉറപ്പ്. എന്ത് മരണം? ഫിസിക്കൽ ഡെത്ത് അല്ല, സ്പിരിച്വൽ ഡെത്ത്. തന്നിമിത്തം എന്ത് സംഭവിക്കും? രണ്ടാം മരണത്തിൽ അകപ്പെട്ടു പോകും. അവിടെ നിന്ന് വീണ്ടും രക്ഷയിലേക്ക് വരാൻ ആർക്ക് സാധ്യമല്ല. ഗ്ലോറി ടു ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാവർക്കും എന്ത് അറിയാം? കർത്താവ് എന്ത് ചെയ്തു? തൊട്ടു, സൗഖ്യമായി. കുരുടന് കാഴ്ച കൊടുത്തു, ചെകിടന് കേൾവി കൊടുത്തു, മുടന്തൻ നടന്നു, തുള്ളിച്ചാടി സന്തോഷിച്ചു. ഹല്ലേലൂയ. രോഗികൾക്ക് ആശ്വാസം, സൗഖ്യം. 5 അപ്പത്തെ നുറുക്കി 5000 പേർ ഭക്ഷിച്ചു. സ്തോത്രം. ഇതൊക്കെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യവുമാണ്, വസ്തുതകളാണ്. സ്തോത്രം. ട്രൂത്ത് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. വചനത്തിലെ വെളിപ്പാടാണ് ട്രൂത്ത്. ഹല്ലേലൂയ. വസ്തുതകളിലാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ വസ്തുതകൾ ആവർത്തിച്ച് ലഭിക്കാനാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. എന്നാലോ വെളിപ്പാട് നമുക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരാതെ ജീവന്റെ മാർഗം നമുക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. അതിനാണ് നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ? അലേർട്ടായിരിക്കാൻ, ഉണർന്നിരിപ്പാൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവന്റെ മൊഴികൾ കേൾക്കുവാൻ കർത്താവ് നമ്മുടെ ചെവികൾ എന്ത് ചെയ്യണം? തുറന്നു തരണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ജഡത്തിന്റെ അഭിലാഷത്തെക്കുറിച്ചും ആത്മാഭിലാഷത്തെക്കുറിച്ചും പറയും. ഇത് തമ്മിൽ എന്താണ്? വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലം. ഗ്ലോറി ടു ഗോഡ്. ഇങ്ങനെയുള്ള പോരാട്ടങ്ങളൊന്നും വിശ്വാസികൾക്കില്ല. വിശ്വാസികൾക്ക് എന്ത് പോരാട്ടം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം ആഗ്രഹിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു. ആ ആഗ്രഹിച്ച് വെച്ചിരിക്കുന്ന കാര്യം ഇപ്പോൾ പിശാചിന്റെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. അവൻ തരുന്നില്ല. ആ തരാത്ത കാര്യത്തെ പിടിച്ചു വാങ്ങിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നതും അത് പിടിച്ചു പറിച്ച് കൊടുക്കാനാണ് ശുശ്രൂഷക്കാരെന്ത് ചെയ്യുന്നത്? നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേർക്കും സന്തോഷം. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്നെന്ന് പറഞ്ഞു. ഇതിന്റെ മുകളിൽ ആര് വരുന്നു? പോഷ്കിന്റെ ആത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ. ജനം വിഡ്ഢികളാകരുത്. ഗ്ലോറി ടു ഗോഡ്. സത്യവചനത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം. ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിലേക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ ജഡത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സ്വഭാവ ദോഷങ്ങളിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? നീക്കപ്പെടുന്നു എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാണും, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. എന്താണ് നികൃഷ്ട ബുദ്ധി എന്ന് പറയുന്നത്? സകല അനീതിയും അവരിൽ ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം അതാണ്. എന്ത് ചെയ്താലും അതിനകത്ത് എന്ത് കാണും? അനീതി ഉണ്ടാവും. അവരിൽ വ്യാപരിക്കുന്ന എന്താണ്? നികൃഷ്ട ബുദ്ധിയാണ്. ജഡത്തിന്റെ ബുദ്ധിയുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നികൃഷ്ട ബുദ്ധിയിൽ അവരെന്ത് ചെയ്യുന്നു? മാറ്റപ്പെടുമ്പോൾ എന്ത് ചെയ്താലും അനീതി ഉണ്ടാവും, എന്ത് ചെയ്താലും ദുഷ്ടതയുണ്ടാകും, എന്ത് കാര്യത്തിനകത്തും അത്യാഗ്രഹം ഉണ്ടാകും, എന്ത് കാര്യത്തിനകത്തും ഒരു ദുർബുദ്ധി അതിനകത്ത് എന്ത് ചെയ്യും? ഉണ്ടാകും. അസൂയ ഉള്ളവരായിരിക്കും. കൊല എന്ന് വെച്ചാൽ പക. പകയ്ക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നു, കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നു. ഹല്ലേലൂയ. പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവരെന്നാണ്. കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്ന്
ഉള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ട് അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുന്നു. അങ്ങനെയുള്ളവർ തമ്മിൽ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാവും. ഇത് എന്തെല്ലാം കാര്യത്തിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്യണം? പുറത്ത് ഈ കാര്യങ്ങൾ വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നാളിതുവരെയായിട്ട് ഉപവസിച്ചിട്ടുണ്ടോ? കർത്താവ്, ഇതിൽ ഇന്ന കുഴപ്പങ്ങൾ എന്നെ എന്ത് ചെയ്യുന്നു? അലട്ടുന്നുണ്ട്. ഇത് എന്നിൽ നിന്ന് എന്നേക്കുമായിട്ട് എന്ത് ചെയ്യണം? നീങ്ങിപ്പോണം. രണ്ടുപേരെ കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഷണി പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ആ ഏഷണി പറയുന്ന സ്വഭാവത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണം? എന്നെ ഒന്ന് വിടുവിക്കണം. പരദൂഷണം പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ആ പരദൂഷണം പറയുന്ന സ്വഭാവത്തിൽ നിന്ന് എന്നെ ഒന്ന് എന്ത് ചെയ്യണം? പൂർണ്ണമായി വിടുവിക്കണം. അതിനുവേണ്ടി ഉപവാസം എടുക്കുന്നുണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? അതേസമയം പിടിച്ചു വച്ചങ്ങ് പ്രാർത്ഥിക്കും. കിട്ടിയിട്ടല്ല ഞാൻ പോകത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യാക്കോബ് ദൈവത്തിന്റെ സന്നിധിയിൽ ദൂതനുമായിട്ടൊരു മൽപ്പിടുത്തം എന്ത് ചെയ്തു? നടത്തി. മൽപ്പിടുത്തം നടത്തുമ്പോഴത്തേക്ക് യാക്കോബിനോട് ഈ ദൂതൻ ചോദിക്കുന്നു, എന്താ നിന്റെ പേര് എന്താണ്? ദൈവത്തിന് അറിയത്തില്ലേ പേര്? അപ്പോൾ അവൻ പറയുന്നത് എന്താണ്? യാക്കോബ്. ഞാൻ ആരാണ്? ഉപായിയാണ്, ചതിയനാണ്. ജ്യേഷ്ഠന്റെ അവകാശത്തെ എന്ത് ചെയ്തു? മോഷ്ടിച്ചവനാണ്. അപ്പനെയും പറ്റിച്ചു, ജ്യേഷ്ഠനെ എന്ത് ചെയ്തു? പറ്റിച്ചു. ദൈവത്തിന്റെ മുമ്പിൽ പിടിക്കപ്പെട്ടു. നിന്റെ പേരെന്ത്? യാക്കോബ്. അപ്പോൾ ഇത് ദൂതനുമായിട്ട് മൽപ്പിടിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ എന്ത് ചെയ്തില്ല? വിടത്തില്ല. ഈ കാര്യം എടുത്തുകൊണ്ട് പുതിയ നിയമസഭയിലെ വിശ്വാസികളും പ്രാർത്ഥിക്കും, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ എന്ത് ചെയ്തില്ല? വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വച്ച് പിടിച്ചു എന്ത് ചെയ്യാണ്? അങ്ങ് പ്രാർത്ഥിക്കണം. പക്ഷേ 48 അധ്യായം, ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 16 വാക്യം വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു, യാക്കോബ് ഹല്ലേലൂയ തൻ്റെ മകനായ യോസേഫിൻ്റെ മക്കൾ എഫ്രൈം, മനശ്ശെ, ഈ രണ്ടുപേരെയും തൻ്റെ വാർദ്ധക്യത്തിൻ്റെ സായാഹ്നത്തിൽ താൻ അനുഗ്രഹിക്കുന്നതിന്, ആ മക്കളെ അനുഗ്രഹിക്കുന്നതിന് തൊട്ട് മുൻപ് പഴയ കാലത്തിൽ തൻ്റെ യൗവനപ്രായത്തിൽ ദൂതനുമായി മല്ല് പിടിച്ചപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് അപ്പോഴാണ് വെളിപ്പെടുത്തുന്നത്. എന്താണെന്നറിയാമോ? 16 വാക്യത്തിൽ, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ച ദൈവം. അപ്പൊ എന്തിനാണ് മല്ല് പിടിച്ചത്? എന്താണ് അനുഗ്രഹം? ഹല്ലേലൂയ. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് മല്ല് പിടിച്ച എന്തിനാണ്? എന്നിലുള്ള സകല ദോഷങ്ങളെയും എന്നിൽ നിന്ന് എന്ത് ചെയ്യണം? നീക്കിക്കളയാൻ. അതിന് വേണം മല്ല് പിടിക്കാൻ, അതിന് വേണം ഉപവസിക്കാൻ. നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായോ? തന്റെ വാർദ്ധക്യത്തിലാണ് താൻ അത് വെളിപ്പെടുത്തുന്നത്. ഈ കാര്യം പലർക്കും അറിയത്തില്ല. യാക്കോബ് മല്ല് പിടിച്ച കാര്യം എന്താണെന്ന് അറിയാം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയണമെങ്കിൽ 48 അധ്യായം 16 വാക്യം വായിച്ചു നോക്കണം. അത് നിർഭാഗ്യവശാൽ വിശ്വാസികൾക്ക് അതറിയത്തില്ല. എന്തറിയാം? ദൂതനുമായി മല്ല് പിടിച്ചപ്പോൾ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ നിന്നെ വിടത്തില്ല. എന്ത് അനുഗ്രഹമാണ് കിട്ടിയെന്ന് യാക്കോബ് എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ മരണസമയത്തിലാണ് എന്ത് ചെയ്യുന്നത്? അത് വെളിപ്പെടുത്തുന്നത്. എൻ്റെ സകലവിധ ദോഷത്തിൽ നിന്നും എന്നെ, ആ ഒരു മൽപ്പിടുത്തത്തിൽ നിന്ന് എന്നെ എന്ത് ചെയ്തു? എന്നെ വിടുവിച്ചപ്പോൾ യാക്കോബ് ആരായി മാറി? ഇസ്രായേൽ. നഥാനയേലിനെ നോക്കി കർത്താവ് പറഞ്ഞെന്താ? ഇവൻ സാക്ഷാൽ ഇസ്രായേല്. എന്താണ് അർത്ഥം? ഇവനിൽ കപടമില്ല. എപ്പോഴാണ് അത് പറയുന്നത്? അത്തിയുടെ കീഴിൽ വെച്ച് ഞാൻ നിന്നെ എന്ത് ചെയ്തു? കണ്ടു. അത്തിയുടെ കീഴിൽ നിൽക്കുമ്പോൾ കർത്താവ് കാണുന്നത് എന്താണെന്നറിയോ? യഹൂദജനത്തിന് കൃത്യമായിട്ടുള്ളൊരു സമയമുണ്ട് പ്രാർത്ഥനയ്ക്ക്. ആ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ റോഡിലൂടെ പോകുന്നവർ എന്ത് ചെയ്യും? തെരുവീതികളിൽ നിന്ന് എന്ത് ചെയ്യും? അവർ പ്രാർത്ഥിക്കും. സ്തോത്രം. പക്ഷെ നഥനയേൽ തെരുവീതിയിൽ നിന്ന് എന്ത് ചെയ്യും? തെരുവീതിയിലായിരുന്ന നഥനയേൽ ഓടി എവിടെ ചെന്ന് കയറി? അത്തിയുടെ ചോട്ടിൽ ചെന്ന് കയറി. ബാക്കിയുള്ളവരെല്ലാം ഞാൻ കൃത്യനിഷ്ഠതയോടുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തിൽ കണ്ടോ, ഞാൻ തെരുവിൽ എവിടെ നിന്നാ ചന്തയുടെ നടുക്കായിരുന്നാലും ഞാൻ അവിടെ നിന്ന് ദൈവത്തോട് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു എന്ന് മറ്റുള്ളവർ കാണാനാണ് എന്ത് ചെയ്തത്? പ്രാർത്ഥിച്ചത്. പക്ഷെ നഥനയേലോ എൻ്റെ പ്രാർത്ഥന ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് തന്നെ കാണേണ്ടുന്നവൻ മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞ് അത്തിയുടെ ചുവട്ടിന്റെ കീഴിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഈ അത്തിയുടെ ഇല നമുക്കറിയാലോ, ഇങ്ങനെ കൊട പിടിച്ച പോലെയാണ് എന്ത് ചെയ്യുന്നത്. ഒരാൾ അതിന്റെ കീഴിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പോലും എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. എല്ലാവരും കാണുക പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്തില്ല, കേട്ടില്ല. നഥനയേൽ അത്തിയുടെ കീഴിൽ നിന്ന് ആരും കാണേണ്ട തന്റെ പ്രാർത്ഥന ദൈവം മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ചപ്പോൾ യേശു പറഞ്ഞു, നീ അത്തിയുടെ കീഴിൽ നിന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഫിസിക്കലി കർത്താവ് ഉണ്ടായിരുന്ന മറ്റൊരു സ്ഥലത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫിസിക്കലി ജീവിച്ചിരിക്കുന്ന കർത്താവ് അവിടെ കേട്ടു. അതുകൊണ്ടാണ് നഥാനയേലിനോട് പറഞ്ഞത്,
നിന്നിൽ കപടമില്ല. നീ സാക്ഷാൽ ആര്? ഇസ്രായേൽ. യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവം ഈ നഥനയേലിന്റെ ഈ പ്രവൃത്തിയിൽ അവനെ ഇസ്രായേലിൻ എന്ന് പറഞ്ഞ് ഇവന് കപടമില്ല എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ദൂതനുമായിട്ട് മൽപ്പിടിച്ചപ്പോൾ എന്താണ് മാറിയത്? കപടം നീങ്ങിപ്പോയി. സകല ദോഷത്തിൽ നിന്ന് എന്ത് ചെയ്തു? വിടുവിക്കപ്പെട്ടു. ഈ കപടത്തിൽ നിന്നും, ചതിയുടെ സ്വഭാവത്തിൽ നിന്നും, ഉപായി എന്നുള്ള അനുഭവത്തിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കാനാണോ ഇന്ന് ജനം ദൈവത്തോട് മല്ല് പിടിക്കുന്നത്? നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്നു. വാക്യം വായിക്കണം. ഹല്ലേലൂയ. എൻ്റെ സകല ദോഷങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ച എൻ്റെ ദൈവം, അവൻ സാക്ഷാൽ ഇസ്രായേലിനാക്കി മാറ്റിയ അനുഗ്രഹം. കർത്താവേ, ഈ ജഡത്തിന്റെ സ്വഭാവങ്ങളിൽ നിന്ന്, ഹല്ലേലൂയ, ഈ ജഡാഭിലാഷത്തിൽ നിന്ന് ആത്മാഭിലാഷത്തിലേക്ക് വരുവാൻ, ഗ്ലോറി ടു ഗോഡ്, ഈ തമ്മിൽ പ്രതികൂലമായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ദൈവത്തിന് പ്രസാദമുള്ള അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ മടങ്ങി വരുമ്പോൾ, ജഡ സ്വഭാവമുള്ളവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന എന്താണ്? അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ഈ ആത്മാവ് ലഭിച്ചവർക്കും എന്ത് ചെയ്തേ പറ്റൂ? ദൈവത്തിൻ്റെ ആത്മാവിന് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാണ്. ഈ ജഡ സ്വഭാവമുള്ളവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ അവരെന്ത് ചെയ്തില്ല? കീഴ്പ്പെടത്തില്ല. അവർ വേറെന്തോ കാര്യം പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവും. പക്ഷെ പരിശുദ്ധാത്മാവ് ലഭിച്ചവരോ, അവർക്ക് പിന്നെയും പിന്നെയും കേൾക്കാൻ അറിയാനുള്ള ആഗ്രഹം എന്താണ്? ന്യായപ്രമാണം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മൾ വായിക്കുന്നതാണ്, ഈ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും. എന്തുകൊണ്ട് ദൈവത്തോട് ശത്രുത്വമാകുന്നു? അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അതുകൊണ്ടാണ് ശത്രുത്വം. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് എന്ത് ചെയ്യും? കീഴ്പ്പെടും. ജഡത്തിന്റെ സ്വഭാവമുള്ളവരോ കീഴ്പ്പെടത്തില്ല. അപ്പോൾ ജഡത്തിന്റെ സ്വഭാവമുള്ളവർ ദൈവത്തോട് എന്താണ്? ദൈവത്തിന് അവരോട് ശത്രുത്വമാണ്. അങ്ങനെ ജഡസ്വഭാവമുള്ളവർക്ക് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. കാരണം ന്യായപ്രമാണത്തെ അനുസരിക്കുന്നതിലൂടെ അല്ലാതെ അന്നും ഇന്നും എന്നും ദൈവപ്രസാദം എന്ത് ചെയ്യത്തില്ല? ഉണ്ടാകത്തില്ല. ഇതൊരു സീക്രട്ടാണ്. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറേ സ്വോത്രം, കോടാകോടി സ്വോത്രം, 1000 കോടി സ്വോത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യത്തില്ല? പ്രസാദിക്കത്തില്ല. വചനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് എന്ത് ചെയ്യത്തില്ല? കീഴ്പ്പെടത്തില്ല. അവർക്ക് പ്രമാണത്തിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യത്തില്ല? ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്നാലോ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? ദൈവത്തിന്റെ പ്രമാണത്തെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? എഴുതും. ഹൃദയത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം എഴുതിയാൽ എഴുതപ്പെട്ട വചനത്തെ പരിശുദ്ധാത്മാവിനാൽ വ്യാഖ്യാനിക്കുമ്പോൾ ഹൃദയത്തിൽ എഴുതപ്പെട്ടവന് കേൾക്കാൻ എന്ത് ബുദ്ധിമുട്ട്, അനുസരിക്കാൻ എന്ത് ബുദ്ധിമുട്ട്. അതിലൂടെ അല്ലാതെ ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസാദിക്കാൻ പറ്റില്ല. പോതുമാ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഇവിടെയാണ് നമുക്കൊരു ചലഞ്ച് കിടക്കുന്നത്. ഇവിടെയാണ് പോരാട്ടം. എനിക്ക് ദൈവത്തെ എന്ത് ചെയ്യണം? പ്രസാദിപ്പിക്കണം. നമ്മുടെ ജഡത്തിന് ബലഹീനമാണ്, സാധിക്കുന്നില്ല. അപ്പോൾ എന്തിനു സാധ്യമാകും? പരിശുദ്ധാത്മാവിന് സാധ്യമാവും. പരിശുദ്ധാത്മാവ് എന്താണ്? ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ്. ആ നിവൃത്തിയായ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുമ്പോൾ ജഡത്തിന്റെ ചിന്ത മാറും, ആത്മാവിന്റെ ചിന്തയിലേക്ക് വരും. ജഡത്തിന്റെ സ്വഭാവം മാറും, ആത്മാവിന്റെ സ്വഭാവത്തിലേക്ക് വരും. ഈ പോരാട്ടത്തിൽ നമ്മൾ ഉപവസിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കേവലം ഭൗമികമായ എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ ബുദ്ധിമുട്ടോ വിഷയമോ വന്നു നോക്കണം. അന്നേരം കിടന്ന് അയ്യോ കയ്യോ എന്ന് എന്ത് ചെയ്യും? വിളിച്ചിട്ട് വിളി കേൾക്കുന്ന ദൈവം ഒന്ന് എന്ത് ചെയ്യുന്നു? പറയുന്നു. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം വിടിവിക്കുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ മനുഷ്യൻ ഇന്ന് സമ്പാദിക്കാൻ ഓടുന്ന ആ ഓട്ടത്തിന്റെ അർത്ഥശൂന്യത മനസ്സിലാക്കുന്നത് അവൻ മരണത്തോട് അടുക്കുമ്പോഴാണ്. തന്നിലെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ അർത്ഥശൂന്യത മനസ്സിലാക്കുന്നത് ആ ആരോഗ്യം കൊണ്ട് മരണത്തെ അതിജീവിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാകുമോ?
അതിനു മുമ്പ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളത്തിലേക്ക് വിശ്വാസത്താൽ പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിപ്പാൻ, ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമ്പോൾ, ഹല്ലേലൂയ, അനുസരിച്ചുകൊണ്ട്, ഗ്ലോറി ടു ഗോഡ്. ഇത് ഇച്ചിരി കടുത്ത വിഷയമാണ്, വായിച്ചു പോകാൻ എളുപ്പമാണ്. കണ്ടോ, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പം എന്തിനാൽ മാത്രമേ പ്രസാദിപ്പിക്കാൻ പറ്റുള്ളൂ? ആത്മസ്വഭാവം ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെയാണ് അയ്യം വിളിക്കും, എന്നെ കൊണ്ട് പറ്റുന്നില്ല, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. ഹല്ലേലൂയ. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല. കണ്ടോ, ജഡസ്വഭാവമുള്ളവരല്ലാതായി തീരുന്നത് ആരാണ്? ആത്മാവ് വസിക്കുന്നവർക്ക് മാത്രം. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് എന്നിൽ അധിവസിക്കേണ്ടുന്നതിന് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാൻ? ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും. കാരണം എന്താണ്? എൻ്റെ ആഗ്രഹം എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ഗ്ലോറി ടു ഗോഡ്. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? അതോ ഇന്നും പൊതുവേ ജനം ആഗ്രഹിക്കുന്നതാണ്? ആദ്യം നമ്മൾ ചിന്തിക്കണം, നമ്മൾ തീരുമാനിക്കണം, ദൈവം പ്രസാദിക്കണമോ ഞാൻ പ്രസാദിക്കണമോ? ഇന്ന് ഭൂരിഭാഗം ആൾക്കാർ ദൈവസന്നിധിയിൽ വരുന്നത് എന്തിനാണ്? ദൈവം എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? പ്രസാദിക്കും. ആരോട്? ദൈവത്തോട്. എനിക്ക് ചെയ്തു തന്ന, എനിക്ക് വിഷയങ്ങൾക്ക് പരിഹാരം തന്ന ദൈവത്തോട് ഞാൻ എന്ത് ചെയ്യും? പ്രസാദിക്കും. ഇന്ന് മനുഷ്യൻ ദൈവശബ്ദം കേൾക്കാനാണോ വരുന്നത്? അവൻ ദൈവത്തോട് അങ്ങോട്ട് പറയാനാണോ വരുന്നത്? ഇന്ന് കൂടുതൽ ആൾക്കാരും ദൈവസന്നിധി വരുന്നത് എന്തിനാണ്? അവന് ഒത്തിരി കാര്യം അങ്ങോട്ട് എന്ത് ചെയ്യണം? പറയാനാണ്. ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ എത്ര പേര് വരുന്നു? ഇന്ന് ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിധേയപ്പെടാനാണോ ജനം വരുന്നത്? അവൻ്റെ തീരുമാനം നടപ്പിലാക്കി കൊടുക്കാൻ ദൈവം ചെയ്യണമെന്ന് പറയാനാണോ വരുന്നത്? ഗ്ലോറി ടു ഗോഡ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ, വികലമായി കിടക്കുകയാണ്. ദൈവമേ, നിന്നെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ എന്ത് ചെയ്യുന്നു? വരുന്നു. നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ വരുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എൻ്റെ ആഗ്രഹമല്ല, നിന്റെ ആഗ്രഹം. എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം. ഞാൻ കുറയട്ടെ, നീ വളരട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ആത്മസ്വഭാവത്തിൽ വരുവാൻ. എന്നിട്ട് അടുത്ത് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ എന്തു ഭയാനകമായ ഒരു അനുഭവമാണത്. ഈ സ്വഭാവങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ട് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് ഇവിടെ ജയമെടുക്കാൻ എന്ത് ചെയ്യും? കഴിയും എന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട്, ഈ പരിശുദ്ധാത്മാവ് എനിക്കില്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ തള്ളപ്പെടും. നമുക്കില്ലെങ്കിൽ തള്ളപ്പെടും. അതാണ് പറയുക, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴാണത്? നിത്യമായി എനിക്കുള്ളവനല്ല എന്നാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിലോ നിത്യമായി നമ്മൾ ദൈവസന്നിധിയിൽ കാണും. ഇവിടെയാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടെന്ന് എന്ത് ചെയ്യേണ്ടത്? ഉപേക്ഷിക്കേണ്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് അധിവസിക്കുവാൻ, ഹല്ലേലൂയ, നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ? ഉപേക്ഷിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? അധിവസിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ജഡസ്വഭാവങ്ങൾ വിട്ടുകളഞ്ഞാലേ അധിവസിക്കത്തുള്ളൂ. ജഡത്തിന്റെ ചിന്തകൾ വിട്ടുകളഞ്ഞാലേ അധിവസിക്കത്തുള്ളൂ. പാപത്തിന്റെ പ്രമാണത്തെ അതിജീവിച്ച ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ മകളിൽ എന്ത് ചെയ്യണം? വാഴുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആവുന്നത്. ഗ്ലോറി ടു ഗോഡ്. ആ നിറവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവില്ലെങ്കിൽ അവനുള്ളവനല്ല. ഗ്ലോറി ടു ഗോഡ്. എന്ത് പരിതാപകരമായ അവസ്ഥയാണ്. അന്ത്യകാലത്തിൽ സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിന് എന്ത് ചെയ്യും? പകരും. ദാഹിക്കുന്നവർ കർത്താവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യട്ടെ? വരട്ടെ. സൗജന്യമായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യുന്നു? പകർന്നു നൽകുന്നു. ഇന്ന് ദൈവം ഇത് സൗജന്യമായി തരുമ്പോൾ ഇതിനെ അവഗണിച്ചുകൊണ്ട് മറ്റു പല കാര്യങ്ങളിലേക്ക് ഓടുമ്പോൾ അവരറിയുന്നില്ല, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് ക്രിസ്തു പറയുന്ന ഒരു സമയത്തിലേക്കാണ് അവരെന്ത് ചെയ്യുന്നത്? ഓടുന്നത്. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുതേ.
ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് നിമിത്തം നമ്മുടെ ആത്മാവ് ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് ഒരുക്കപ്പെടുന്നു. ശരീരമോ പാപനിമിത്തം ഒന്നാം മരണത്തിലേക്ക് പോകേണ്ടുന്നതെങ്കിലും രണ്ടാം മരണം ആ വ്യക്തിയെ തൊടാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ആത്മാവോ ജീവനാകുന്നു. നമ്മുടെ ആത്മാവിൽ ജീവനെ തരുന്നതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അല്ലെ, ദൈവം മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടുന്നതിനെ തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. ആ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുമ്പോൾ ആ പ്രക്രിയക്കകത്ത് ദൈവം നമ്മെ ഉൾപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ഘനവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.